ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഈ സമയത്ത് അത് പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാലയും കുരുമുളക് പൊടിയുമായിട്ട് ഈ സമയത്ത് ചേർക്കാം. ഇപ്പൊ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. 5 വലിയ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 7-8 എണ്ണം ഇടാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 7 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് വലിയ എരിവുള്ള മുളകല്ല. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഈ സവോളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എല്ലുള്ള കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വെന്ത് കിട്ടുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുന്നത്. പിന്നെ തീരെ വെള്ളം ഇറങ്ങാത്ത ചിക്കൻ ആണെങ്കിൽ ചൂടുവെള്ളം ലേശം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇവിടെ കിട്ടുന്ന ചിക്കൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി,
1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടീസ്പൂൺ ആണ്. ഇനി ഇത് വെന്ത് വരാനായിട്ട് അടച്ചു വെക്കാം. തുറന്നു നോക്കാം. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം നിപ്പുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്തതല്ല, ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് വലിഞ്ഞു പോകണം. അതിനു വേണ്ടി തുറന്നു വെച്ച് വേവിക്കാം. ഇപ്പൊ ചിക്കനിലെ വെള്ളം എല്ലാം വലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തേങ്ങ വറുത്ത് ചേർക്കുമ്പം ഈ കറി പെട്ടെന്ന് കേടായി പോകത്തില്ല. പുറത്തൊന്നും ഇരുന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലായിട്ട് വേണം. അതാണ് ഈ തോരന്റെ രുചി. മൂന്നാല് മിനിറ്റ് ചിക്കനും തേങ്ങാക്കൂട്ടുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ തോരന് നല്ലൊരു മണവും രുചിയും നൽകും. ഒരു നാടൻ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വേണ്ട കേട്ടോ. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ, ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഈ രീതിയിലല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.